ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. അന്ത്യം ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊൽക്കത്തയിൽ. വിട പറഞ്ഞത് CPIM-ന്റെ തലമുതിർന്ന നേതാക്കളിൽ ഒരാൾ, പാർട്ടിയിൽ നയം മാറ്റത്തിന് ശ്രമിച്ച നേതാവ്. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ നജീബ് കാന്തപുരത്തിന് ആശ്വാസം. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന LDF സ്ഥാനാർത്ഥിയുടെ ഹർജി ഹൈക്കോടതി തള്ളി. KPM മുസ്തഫ കോടതിയെ സമീപിച്ചത് തപാൽ വോട്ടുകൾ എണ്ണിയില്ലെന്നാരോപിച്ച്. വിധി സ്വാഗതം ചെയ്ത് പ്രതിപക്ഷം. അയോഗ്യതയ്ക്ക് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. ഗുസ്തിയോട് വേദനയോടെ വിട പറയുന്നുവെന്ന് പ്രതികരണം. അയോഗ്യതയ്ക്കെതിരെ വിനേഷ് നൽകിയ അപ്പീലിൽ കായിക കോടതിയുടെ വിധി ഇന്ന്. വിനേഷ് ഫോഗട്ട് വിഷയത്തിൽ രാജ്യസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. വയനാട് ചൂരൽമല ദുരന്ത ഭൂമിയിൽ 10ാം ദിനവും പരിശോധന. സൺറൈസ് വാലിയിൽ കെടാവർ നായകളെ ഉൾപ്പെടെ എത്തിച്ച് തെരച്ചിൽ. ചാലിയാർ തീരത്തും പരിശോധന തുടരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ചൂരൽമലയിൽ സുരക്ഷാ പരിശോധന. കോട്ടയം നഗരസഭയിൽ മുൻ ജീവനക്കാരൻ നടത്തിയത് 3 കോടിയുടെ തട്ടിപ്പ്. മുൻ ക്ലാർക്ക് അഖിൽ C വർഗീസിന്റെ തട്ടിപ്പ് ഫാമിലി പെൻഷൻ തുക അമ്മയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി. പ്രതിമാസം 5 ലക്ഷം വീതം തട്ടിയെന്നും കണ്ടെത്തൽ. അഖിലിനെതിരെ വൈക്കം നഗരസഭയിലും പരാതി. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഇന്ന് സ്വർണ്ണ പ്രതീക്ഷ. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. വെങ്കല പോരാട്ടത്തിൽ ഇന്ത്യൻ ഹോക്കി ടീം സ്പെയിനിനെ നേരിടും. ഗുസ്തി താരം അന്തിം പങ്കലിന്റെ അക്രഡിറ്റേഷൻ റദ്ദാക്കി.